ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു വരി ജപിച്ചിട്ട് നിങ്ങൾ ആരെ നോക്കിയാലും അവർ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഉപകരിക്കും. ആരും വശപ്പെടും. ഇപ്പം നിങ്ങൾക്ക് ഭാര്യ ഭർത്തൃ തമ്മിൽ ഐക്യമുണ്ടാകാൻ, ഇപ്പോൾ ഭർത്താവ് അനുകൂലമാകാൻ അല്ലെ ഭാര്യ അനുകൂലമാകാൻ, ചെറിയ ചെറിയ ഒരു ആശയപരമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വഴക്കുകൾ കാര്യങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് യോജിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും വഴക്കുണ്ടാകുന്നു. എങ്കിൽ യോജിച്ചു പോകാൻ ഈ വിദ്യ ഉപകരിക്കാം. ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ചേരത്തില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ രണ്ടുപേരും തമ്മിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വീട്ടിലെപ്പോഴും കലഹം വഴക്കൊക്കെ ആണെങ്കിൽ ഈ വിദ്യ പ്രയോഗിച്ച് ഐക്യമുണ്ടാകാൻ ഉപകരിക്കും. പിന്നെ നിങ്ങളുടെ ബോസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവരെ അനുകൂലമാക്കാൻ ഉപകരിക്കും. മക്കൾ അനുകൂലമാകാൻ ഉപകരിക്കും. മക്കൾക്ക് അച്ഛനും അമ്മയും അനുകൂലമാകാൻ ഉപകരിക്കും എന്ന് വേണ്ട, നമ്മുടെ മുന്നിലുള്ള ഏതൊരു വ്യക്തിയെ ഈ ഒരു വരി ഈ പറയുന്ന രീതിയിൽ ചെയ്യണം. ഈ ഒരു വരി ജപിച്ചിട്ട് അങ്ങനെ നോക്കിയാൽ ആ വ്യക്തി നമുക്ക് അനുകൂലമാകാൻ അത് ഉപകരിക്കും. ചിലർക്ക് ഇത് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ വശപ്പെടും. ചിലർക്ക് ചിലപ്പം പല തവണ ചെയ്ത് ഇത് വശപ്പെടുത്തണം. അതൊക്കെ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു പവർ പോലെ ഇരിക്കും. ചിലർക്ക് പെട്ടെന്ന് വശമാകും, ചിലർക്ക് ചിലപ്പം കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ വശപ്പെടും. അതിൻ്റെ സംശയം വേണ്ട, ആവർത്തിച്ച് ചെയ്താൽ. അപ്പോൾ ഇത് പല തവണ ചെയ്യുക. ഒരു തവണ നിങ്ങൾക്ക് വശപ്പെടും, ചിലർക്ക് പെട്ടെന്ന് തന്നെ വശപ്പെടും. അപ്പോൾ ഇത് ശിവഭഗവാനെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുക, പരമേശ്വര അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് ഈ വിദ്യ ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് വശപ്പെടും. നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് പറഞ്ഞിരുന്നത്. കാരണം ഞാൻ ആദ്യന്തം ഭഗവാനിൽ മനസ്സുകൊണ്ട് ലയിച്ച് ശിവയോഗ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നല്ലത് മാത്രമേ പറയത്തുള്ളൂ. നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല കാര്യത്തിന് വേണ്ടി അല്ലാതെ ഉപയോഗിച്ചാലോ, അത് കർമ്മത്തിന് തിരിച്ചടി ഉണ്ടാകും. സംശയം വേണ്ട, നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഒരു കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകാൻ, ഒരു ഭാര്യ ഭർത്തൃ ഐക്യമുണ്ടാകാൻ, മക്കളും അച്ഛനും അല്ലെ മക്കളും അമ്മയും തമ്മിൽ നല്ലൊരു രമ്യതയിൽ പോകാൻ, നിങ്ങളുടെ തൊഴിലിടത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഒരു ഐക്യത്തിലായി സന്തോഷമായി തൊഴിൽ ചെയ്യാൻ ഇതിനൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല, ഇത് ധനത്തെയും സമ്പത്തിനെയും ഐശ്വര്യത്തെയും ഒക്കെ ഇത് ആകർഷിക്കും. ഈ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു ഈശ്വരാനുഗ്രഹം വന്നാൽ നമുക്ക് ചുറ്റുമുള്ള ഏതു തരം സമ്പത്തിനെയും ഐശ്വര്യത്തെയും എല്ലാം അത് നമ്മളിലേക്ക് ആകർഷിക്കും. കാരണം അത് മൈൻഡിൻ്റെ ഒരു കഴിവാണത്. മനസ്സെന്ന് പറഞ്ഞാൽ അപാരമായ ശക്തിയാണ്. അപ്പം ചില ശിവവിദ്യകളിൽ കൂടി ആ മനസ്സിനൊരു പ്രത്യേക ഒരു കഴിവ്, ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു കഴിവ് കൈവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതിനെയും നമുക്ക് അനുകൂലമാക്കാൻ പറ്റും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ശരനൂൽ വിദ്യ. അത് അറിയാവുന്നവർക്കറിയാം, അത് പലരും പ്രയോജനപ്പെടുത്താറുമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ശരനൂൽ വിദ്യയുടെ ഒരു വിദ്യ പറഞ്ഞു തന്നായിരുന്നു. ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ, തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ സാമ്പത്തികമായി വഴിമുട്ടിയാൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി എന്നൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ആദി കൈലാസത്തിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അത് എൻ്റെ ജ്യേഷ്ഠൻ ആദി കൈലാസത്തിൽ പോയി അദ്ദേഹം തന്നെ എടുത്ത വീഡിയോയാണ്. അപ്പോൾ അത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ടിബറ്റിലെ ചൈനയുടെ അധീനതയിലുള്ള ആ ടിബറ്റിൻ്റെ ഭാഗമായ കൈലാസമല്ല, ആദി കൈലാസമാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ആ ഒരു ആദി കൈലാസമാണ്. അപ്പോൾ അത് ആദി കൈലാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആദി ഉണ്ടായിരുന്ന കൈലാസം. ശിവൻ പഞ്ചകൈലാസങ്ങളിലും വസിക്കുന്നുണ്ട്. ആദി കൈലാസത്തിൽ ഭഗവാൻ സ്ഥിരം വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെയാണ് രാവണൻ തപസ് ചെയ്തതും അതുപോലെ പഞ്ചപാണ്ഡവന്മാരുടെ ഒരു അനുഭവങ്ങളും ഒക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ആദി കൈലാസം. അപ്പോൾ അവിടെ എൻ്റെ ജ്യേഷ്ഠൻ പോയി, അദ്ദേഹം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അത് ആ സമയത്താണ് ഒരു ആദി കൈലാസ യാത്രയുടെ ഇംഗ്ലീഷിലേക്കുള്ള തർജ്ജമ ചെയ്തൊരു ബുക്ക് എൻ്റെ തന്നെ ഒരു ഫോളോവർ എനിക്ക് അയച്ചു തന്നത്. നമ്മൾ പറയും ധാരാളം ശിവവിദ്യകൾ ചെയ്യുന്നതാണ്, ഒരു സമർപ്പണമായിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് MK രാമേന്ദ്ര സാറാണ്, പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആ വ്യക്തിയാണ് എനിക്ക് അയച്ചു തന്നത്. അതൊരു സമർപ്പണമായിട്ട് ആ സമയത്ത് തന്നെയാണ് ആദി കൈലാസത്തിൻ്റെ വീഡിയോ എൻ്റെ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, സാമ്പത്തികമായി വഴിമുട്ടിയാൽ ഈ ഒരു കാര്യം ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണം.
അതൊരു അനുഭവമാണ്. ഭഗവാനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാവരും കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ആ വീഡിയോ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ചവൻ പറഞ്ഞു, എത്ര വീഡിയോ വേണമെങ്കിലും തരാം, അത് ആളുകൾ കാണുന്നവർ കാണട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നല്ല മനസ്സിനും നന്ദി പറയുന്നു. നിങ്ങളെ ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ചിലപ്പം ചിലർക്ക് മിസ്സാകും, ചിലർ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ അവർ അറിയത്തില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ഈ വീഡിയോ സൂചിപ്പിച്ചതാണ്. അതൊരു അനുഭവമാണ് ആദി കൈലാസം ആ വീഡിയോയിൽ കാണുമ്പോൾ. കാരണം ഞാൻ ഓരോ ശ്വാസത്തിലും അകവും പുറവും ശിവനെ ധ്യാനിച്ച് ലയിച്ചിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അത് വെറുതെ ആകത്തില്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാണുക, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇനിയും അതിൻ്റെ അകത്ത് കുറേ ശിവവിദ്യകളും പറയുന്നുണ്ട്, ശരനൂൽ വിദ്യ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക ആ വീഡിയോയുടെ അവസാനം വരെ കേട്ടോ. ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് രഹസ്യ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊന്നും ഇനിയും ആരും ഇതുപോലെ പറഞ്ഞു തരികയില്ല. ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും പരാജയപ്പെടുമ്പോഴും ആരും സഹായിക്കാനില്ലാതാകുമ്പോഴും നിങ്ങളൊരു ചതിയിൽ പെടാതിരിക്കാനും ഒക്കെയുള്ള ഭദ്രകാളിയുടെ ഒരു വീഡിയോയും ഭദ്രകാളിയുടെ ഒരു വിദ്യയും ഞാൻ ഈ പറഞ്ഞ വീഡിയോയുടെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ ഏകദേശം അവസാനമായിട്ട് വരും. മിസ് ചെയ്യാതെ കാണണം. നിങ്ങളെ ആരും രക്ഷിക്കാനില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പിടിപാടോ ഒന്നും ഒരിടത്ത് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ആ ഭദ്രകാളി വിദ്യ ചെയ്താൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളെ ആരും രക്ഷിക്കാനില്ലാത്ത സമയത്ത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് പ്രയോജനപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക. ഞാനൊന്നിനും ആരും നിർബന്ധിക്കാറില്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരുവാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പം ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. അതിൻ്റെ ക്രമം അനുസരിച്ച്, ബുക്കിംഗ് അനുസരിച്ച്, മുൻഗണന അനുസരിച്ച് ആണ് ഞാൻ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്നത്. ഇപ്പം തന്നെ ഒരുപാട് കിടക്കുകയാണ്. അതിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മുൻഗണന അനുസരിച്ച് റിപ്ലൈ ചെയ്യും. അപ്പം വാട്സപ്പിലെ സമയം തന്നെ വർക്കുകൾ ചെയ്യാൻ തന്നെ സമയം കിട്ടുന്നില്ല. അതുകൂടാതെ ധ്യാനം, ഞാൻ ക്രിയാകുണ്ടലിൽ പ്രാണായാമം പഠിച്ചതാണ്, ശിവയോഗ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മളുടേതായ ധ്യാനം അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് സമയം പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് മാത്രമേ വർക്കുകൾ എടുക്കുന്നുള്ളൂ. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. നേരിട്ട് ഞാൻ വരരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരരുതെന്നാണ്. കാരണം നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്നെ ശല്യപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഒരു ഗുരുസ്ഥാനത്ത് നിങ്ങളെന്നെ കാണുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. അത് ഒരാൾ പറയുന്ന അത് അനുസരിക്കണം. പിന്നെ വിളിച്ചാലും കിട്ടത്തില്ല എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അത് സത്യസന്ധമായിട്ട് പറയുന്നേ ഉള്ളൂ. കാരണം ഒരു വർക്കിലിരിക്കുമ്പോൾ വേറൊരാളുടെ വിഷയം നോക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും, ഫ്രീ ആകത്തില്ല അങ്ങനെ. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ, എന്നാലാകുന്ന രീതിയിൽ. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. ഈ പറയുന്ന എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അനുഭവം ഉണ്ടായ കാര്യമാണ്, എല്ലാം ഒന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ ഇത് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവോഹം. നമ്മൾ ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നമ്മൾ ആദ്യം ഈ നെറ്റിയുടെ ഈ ഭാഗത്തേക്ക് നോക്കണം. നെറ്റിയുടെ ഈ ഭാഗം, പുരികത്തിന് തൊട്ട് മുകളിൽ നെറ്റിയുടെ മധ്യത്തിലേക്ക് കണ്ടോ, നെറ്റിയുടെ മധ്യത്തിലേക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടെ ഞാനൊരു പേന കൊണ്ട് കാണിക്കാം. ഇനി കൈ കൊണ്ട് കാണിച്ചാൽ ചിലപ്പം ക്ലിയർ. ഈ ഭാഗം കണ്ടല്ല, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കിയിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുകയൊന്നും വേണ്ട. എല്ലാ വലിയ വിദ്യകളെല്ലാം വളരെ ലൈറ്റാണ്, വളരെ ലളിതമാണ്, അതിലോലമാണ്. വലിയ വിദ്യകളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ മസിൽ പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളോ 10 പേജുള്ള മന്ത്രമോ ചിലപ്പോൾ ഒരക്ഷരേ കാണത്തുള്ളൂ. അതിലോലമാണ്. മനസ്സ് ഏറ്റവും ഒരു ലളിതമായിട്ട്, മനസ്സിൻ്റെ ഏറ്റവും ഒരു ലാളിത്യമുള്ള അവസ്ഥയിലാണ് ഈ ഓരോ ഈശ്വരീയമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിൻ്റെ ഏറ്റവും നിഷ്കളങ്കതയിലാണ് ഈശ്വരാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ വലിയ സ്ട്രോങ് ആയിട്ട് വലിയ ബലത്തിലൊരു കാര്യം ചെയ്യുന്നതല്ല. അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അപ്പം ഇത് നമ്മൾ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊരു കാര്യം സ്വയം ചെയ്യണം. എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇവിടെ ഒരു നീലപ്രകാശം ധ്യാനിക്കുക. അത് ശിവനാണെന്ന് വിചാരിക്കുക. ഒരു പൊട്ട് പോലെ നീലപ്രകാശം മതി, അത് ശിവനാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു ചെറിയ പൊട്ട് പോലെ ഒരു നീലപ്രകാശം സങ്കല്പിക്കുക, അത് ശിവനാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ആദ്യം അങ്ങനെ സങ്കല്പിക്കുക, കണ്ണടച്ചിട്ട്, അല്ലെങ്കിൽ കണ്ണ് തുറന്നിട്ടും ചെയ്യാം, അത് ഏറ്റവും നല്ലതാണ്. ഇനിയും ഈ നീലപ്രകാശത്തെ കണ്ണ് തുറന്ന് ചെയ്താലും ഏറ്റവും നല്ലതാണ്. ഈ മനസ്സുകൊണ്ട് ഇവിടെ നീലപ്രകാശത്തെ പൊട്ട് പോലെ മതി, അധികം വലിപ്പമൊന്നും വേണ്ട. ആ നീലപ്രകാശത്തെ
ശിവനെന്ന് മനസ്സിലാക്കി ശിവായ നമ എന്ന് ജപിച്ചിട്ട് നേരെ മേലോട്ട് മനസ്സുകൊണ്ട് വന്ന് ഇവിടുത്തെ നീലപ്രകാശത്തെ ശിവായ നമ എന്ന് ജപിക്കുക. അപ്പം അതിനകത്തൊരു രഹസ്യമുണ്ട്. ഈ ആജ്ഞയും സഹസ്രാരവും തമ്മിൽ കണക്റ്റ് ആയാൽ ഇത് അൾട്ടിമേറ്റായിട്ടുള്ളൊരു പവറാണ്, ഒരു വലിയ മേധാശക്തിയാണ്. മേധാശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. വളരെ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞത്, സംശയമില്ലാത്ത രീതി മേധാശക്തി ഉണ്ടാകും, മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയായിട്ട് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് സാങ്കല്പികമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാങ്കല്പികമായിട്ട് ചെയ്ത് കഴിയുമ്പം അത് നമ്മൾ പിന്നീട് അത് ഒരു യാഥാർത്ഥ്യമായി തീരും. അപ്പോൾ ആദ്യം സങ്കല്പിച്ചാൽ മതി, അത് അങ്ങനെ സങ്കല്പിച്ച് ചെയ്താൽ മതി, അത് ബലമായിക്കോളും. ഇത് നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞാൽ ഉടനെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇത് ചെയ്യാം. ഇനി ഇത് നിങ്ങൾ ചെയ്തോണം. ഇനിയും പറയുന്ന കാര്യം, നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി വരുമ്പം ആ വ്യക്തിയുടെ ഇവിടെ ഒരു നീലപ്രകാശം സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യണം കേട്ടോ. അത് സമയം എടുക്കരുത്, വ്യക്തിയെ തുറിച്ച് നോക്കുവോ അങ്ങനെ ചെയ്യരുത്. വളരെ ലളിതമായിട്ട് തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു നീലപ്രകാശം സങ്കല്പിക്കണം. ഇവിടെ ഒരു നീലപ്രകാശം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. ഇവിടെ ഈ രണ്ട് പ്രകാശങ്ങളും തമ്മിൽ ഒരു ചെറിയ ഒരു സ്വർണ്ണ നിറമുള്ള ഒരു മഞ്ഞ പ്രകാശം കൊണ്ട് കണക്റ്റ് ആകുന്നു എന്ന് സങ്കല്പിക്കുക. സങ്കല്പിച്ചിട്ട് ശിവായ നമ എന്ന് ഇവിടെ ജപിച്ചിട്ട് ഇവിടെ ശിവായ നമ എന്ന് ജപിക്കുക. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ സങ്കല്പിച്ചാൽ മതി. ഒരു വ്യക്തി മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഇതിന് സന്തോഷത്തോടെ ആ വ്യക്തിയോട് സംസാരിക്കുക. കൃത്യം ഭഗവാനിൽ വിശ്വസിച്ച് ആ ശിവായ നമ ജപിച്ചാൽ ആ വ്യക്തി നമുക്ക് അനുകൂലമാകും. ഒരു തവണ ചെയ്യുമ്പോൾ ചിലർക്ക് ആദ്യം ചെയ്യുമ്പോൾ തന്നെ അത് അനുഭവമാകും. ചിലർക്ക് ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ അത് ഫലമാകത്തില്ല, കാരണം മനസ്സിൽ ചില സംശയം കിടക്കുന്നുണ്ടാവും. പലതവണ ചെയ്ത് കഴിയുമ്പോൾ അത് വശമാകും. സംശയം വേണ്ട, ഭഗവാനിൽ വിശ്വസിക്കണമെന്ന് മാത്രം ശിവായ നമ എന്ന് മാത്രം ജപിച്ചാൽ മതി. ഓം ചേർക്കേണ്ട, വെറും ശിവായ നമ. ശിവായ നമ എന്ന് പറഞ്ഞാൽ മോഹന മന്ത്രമാണ്, ഏത് കാര്യം സാധിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം തൊഴിലിടത്തിൽ നമ്മളൊരു തൊഴിൽ ചെയ്താലല്ലേ ജീവിക്കാൻ പറ്റുന്നത്. ഇപ്പം തൊഴിലിടത്തിൽ നിങ്ങളെ ഓരോരുത്തർ സമ്മതിക്കത്തില്ല, അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനൊരു തടസ്സം വരുമ്പോൾ ഈ ശിവവിദ്യ ചെയ്യുക. നമുക്ക് എന്തും അനുകൂലമാകാൻ പറ്റും, ആരെ അനുകൂലമാകാൻ പറ്റും. അതുപോലെ വീട്ടിലും ഭാര്യ ഭർത്തൃ ഐക്യവും മക്കളുമായി ഐക്യവും ആരും ചെയ്യാം കേട്ടോ. നല്ല ചിന്തയോടുകൂടി ചെയ്യുക. ഇത് ബലമാകും. ഇത് ആരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല, എവിടെ വേണമെങ്കിലും കയറി നോക്കിക്കോ. കാരണം ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശിവവിദ്യയാണ്. ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞല്ലോ. ഈ ആജ്ഞാചക്രം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിലാണ്. അതിന് ശൈവസിദ്ധന്മാർ പല രഹസ്യ പള്ളിയറൈ, അല്ലെ ശിവപാദം, അല്ലെ ശിവൻ്റെ ഭഗവാന്റെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് ആ ശിവൻ കുടികൊള്ളുന്ന സ്ഥലം, ശിവനെ അറിയുന്ന സ്ഥലം, അവിടെ ശിവാനുഭവം ഉണ്ടായാൽ ഗുരുവുമില്ല ശിഷ്യനുമില്ല, പിന്നെ ദ്വൈതങ്ങൾ അവസാനിക്കുകയാണ്, അതിൽ അദ്വൈതമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ ആജ്ഞാചക്രവും ഈ സഹസ്രാരവും തമ്മിൽ നിങ്ങളുടെ മനസ്സാകുന്ന ചിന്തയാകുന്ന ഊർജം വഴി കണക്റ്റ് ആകുമ്പോൾ അതിൻ്റെ ആ ഒരു അനുഭവം, ആ ഒരു ഫലം ഉണ്ടായി വരും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഇത് സർവവശ്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ചുറ്റുമുള്ള ഐശ്വര്യം, സമൃദ്ധി, ധനം അതും വശ്യമാകും, സംശയം വേണ്ട. കാരണം ഇതെല്ലാം എനർജിയാണ്, എല്ലാം സൂക്ഷ്മരൂപത്തിൽ എനർജിയാണ്. നമ്മൾ പ്രകാശത്തെ വെച്ചാണ് ഈ വിദ്യ ചെയ്യുന്നത്, എനർജിയിലാണ്. അപ്പോൾ ഈ എനർജിയിലുള്ള നമ്മുടെ ഫ്രീക്വൻസി വരുന്ന നമ്മൾ ചെയ്യുന്ന എനർജിയുടെ ഫ്രീക്വൻസി വരുന്ന എല്ലാം നമ്മുടെ ചുറ്റും നമുക്ക് വശമാകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം. ഭഗവാൻ ശിവൻ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റായിട്ടുള്ള എനർജിയാണ്. ഈ വിശ്വം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ, നിങ്ങൾ കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഒരു വശ്യമായി വരും. മനസ്സിന് അതീവമായ സന്തോഷമുണ്ടാകും. ജീവിതത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ സന്തോഷങ്ങൾ, അനുഭവങ്ങൾ, ഉയർച്ച, സാമ്പത്തികം ഒക്കെ ഉണ്ടായി വരും. ഞാൻ പലയിടത്തും ഇങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തൽ ആണെന്ന്. പക്ഷെ ഞാനത് സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, എൻ്റെ അഭിപ്രായം പറയുന്നുള്ളൂ. ആത്മീയത എന്ന് പറഞ്ഞാൽ ശരിക്കും ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രഭാഷണം ചെയ്യുകയോ ഈ വസ്ത്രധാരണത്തിലോ വേഷഭൂഷാദികളിലോ ഒന്നുമല്ല.
നിങ്ങളുടെ ഉള്ളിലുള്ള ശിവബോധത്തിൽ അല്ലെങ്കിൽ ചൈതന്യത്തിൽ സ്വയം സ്വാഭാവികമായി ഉള്ള ഒരു ലയമാണ് ആത്മീയത. ഈ ആത്മീയത കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിപ്പം കാഷായ വസ്ത്രം ധരിക്കണമെന്നില്ല. ഇപ്പം ഞാൻ അവധൂത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഞാൻ അകവും പുറവും ശിവനെ ധ്യാനിക്കുന്നതാണ്. പക്ഷെ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കുക, ഇതിലല്ല കാര്യം. മനസ്സിലെ ധ്യാനത്തിലെ ശ്രദ്ധയിലെ ഉള്ളിൽ ലയിക്കുന്നതിലെ ആ ശിവാനുഭവത്തിലെ. അതുകൊണ്ട് തന്നെയാണ് ഓച്ചിറ ഉണ്ടിക്കാവിലിരുന്നപ്പോൾ എനിക്ക് ശിവാനുഭവം ഉണ്ടായതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഓച്ചിറ ഉണ്ടിക്കാവിൽ പോയതും ഭഗവാൻ വിളിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെന്നപ്പം എന്നെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. ഓരോ കാര്യം പറഞ്ഞു തരാനും എന്നെ കൊണ്ടു നടക്കാനും എല്ലാം ഒരു ആളവിടെ ഭഗവാൻ തന്നെ. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പം അതുപോലെ കോട്ടയം തിരുനക്കര അമ്പലത്തിലിരുന്ന് ധ്യാനിച്ചപ്പോഴും എനിക്ക് ശിവാനുഭവം ഉണ്ടായി. അപ്പോൾ അത് ഭഗവാന്റെ ഒരു അനുഭവം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളോട് സത്യസന്ധനാകുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് പ്രസംഗിക്കുന്നതിലോ ഒരുപാട് ആത്മീയം എന്ന് തോന്നുന്ന രീതി വസ്ത്രധാരണം ചെയ്യുന്നതിലോ ഒരുപാട് ഭസ്മം എടുത്ത് പൂശുന്നതിലോ അതൊക്കെ ചെയ്യുന്ന ഉയർന്ന തലത്തിലുള്ള പുണ്യാത്മാക്കളും ഗുരുക്കന്മാരുമുണ്ട്. അവരൊക്കെ അത് ശരിയായിട്ട് ചെയ്യുന്നവരാണ്. അല്ലാതെ അവരത് ശരിയായ സമാധിയിലൊക്കെ ഇരിക്കുന്നവരാണ്. അവർ പിന്നെ ഹിമാലയത്തിലും ഗിരിശൃംഗങ്ങളിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ ഞാനൊരു സാധാരണ ഒരു മനുഷ്യനെ മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ്, ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലെങ്കിലും ആത്മീയത ഉണ്ട്. അതാണ് പറഞ്ഞു തരുന്നത്. ശിവൻ ഇരിക്കുന്നിടമല്ല കൈലാസം നമ്മുടെ ഉള്ളിൽ എവിടെയാണോ, നമ്മുടെ ഉള്ളിൽ ശിവൻ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് കൈലാസം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ശിവൻ എവിടെ ഇരിക്കുന്നോ അതാ കൈലാസം. നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ കൈലാസമാണ്. അപ്പം ഇത് ആത്മീയതയെക്കുറിച്ച്. ഇനി ആത്മീയത എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടുത്തലല്ല. നിങ്ങൾക്കൊരു ഗൃഹസ്ഥനാണേലും നിങ്ങൾക്ക് ആ ഉള്ളിലുള്ള ഈശ്വരനെ അറിഞ്ഞ് മുന്നോട്ട് പോകാം. നിങ്ങളൊരു നല്ല ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് ഈശ്വരനെ അറിഞ്ഞ് മുന്നോട്ട് പോകാം. അവിടെ ഒന്നും നഷ്ടപ്പെടുത്തലില്ല. അതല്ല ആത്മീയത. ഒന്നും നേടലുമല്ല. നിങ്ങളുടെ കർമ്മം ചെയ്യുക, അത് ആത്മീയതയാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുക, അതാ ശരിയായ ആത്മീയത. അല്ലാതെ നഷ്ടപ്പെടുത്തലും നേടലുമല്ല. ഇപ്പം കല്യാണം കഴിച്ചവർക്കും ഗൃഹസ്ഥാശ്രമം കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുന്നവർക്കും ഒക്കെ നല്ലൊരു ഈശ്വരാനുഭവമായിട്ട് മുന്നോട്ട് പോകാം. അതിലൊന്നും തെറ്റില്ല. അല്ലാതെ സന്യാസം വേണമെന്ന് നിർബന്ധമില്ല. ഇനി സന്യാസിക്കാൻ പോകേണ്ടവർക്ക് സന്യാസം പോകാം. പിന്നെ ചിലർ നിയോഗമായിട്ട് ജനിക്കാറുണ്ട്. അവർ പുണ്യാത്മാക്കളാണ്. അവർ സന്യാസി ആകാൻ വേണ്ടി ജനിക്കുന്നവരാണ്. അങ്ങനെയുള്ള ധാരാളം പുണ്യാത്മാക്കളുണ്ട്. അവരെ എപ്പോഴും ഞാൻ ഹൃദയം കൊണ്ട് വന്ദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത് സാധാരണക്കാരൻ്റെ കാര്യമാണ്. സാധാരണക്കാരന് ഇപ്പോൾ ഒരു ആത്മീയത ഉണ്ടാകണമെങ്കിൽ അവന് ഈ കാഷായ വസ്ത്രം ധരിക്കണമെന്നോ ഒരുപാട് ഭസ്മം ഭൂഷണമെന്നോ ഒന്നുമില്ല. മനസ്സിൽ ശിവനുണ്ടായാൽ മതി. നിങ്ങളുടെ ഉള്ളിലുള്ള ബോധത്തിൽ ലയിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഏത് തൊഴിൽ ഏർപ്പെട്ടാലും അതിൽ വിജയിക്കാൻ പറ്റും. നിങ്ങൾ ഏത് കാര്യം മനസ്സിലാലോചിച്ചാലും അതിൽ പൂർണ്ണമായും നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുവരാൻ പറ്റും. പൂർണ്ണമായൊരു ബുദ്ധി ഒരു കാര്യത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നത്. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്താൻ പറ്റും. എവിടെയാണേലും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതൊക്കെയാണ് ശരിയായ ആത്മീയതയുടെ സാധാരണക്കാരന് ഈ ഈശ്വരീയമായ ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്ന നല്ല ഒരു ഔട്ട്പുട്ടുകളാണ്. അതായത് ആത്മീയത എന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റലിജൻസ് തന്നെയാണ്. അതിന് നിങ്ങൾ സന്യാസിയാകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. സന്യാസി ആകേണ്ടവർക്കാകാം. ഞാൻ പറയുന്ന സാധാരണക്കാരന് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ആത്മീയത എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തലല്ല. അതെന്തുകൊണ്ടാണ് നഷ്ടപ്പെടുത്തലല്ലെന്ന് പറയുന്നത്? നഷ്ടബോധമുണ്ടായാൽ അത് ശരിയായ ആത്മീയതയല്ല. ഒന്ന് നേടുന്നു എന്നുള്ള ബോധം ഉണ്ടായാലും അത് ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല. നിന്റെ കർമ്മം ചെയ്യുന്നു, ആ ഒരു ബോധമാണ് ആത്മീയത. നീ ഈശ്വരൻ്റെ അംശമാണ്, ആ ഒരു ബോധമാണ് ആത്മീയത. നിന്റെ ഉള്ളിൽ നീ സ്വാഭാവികമായി ലയിച്ചിരിക്കുന്നു. അതായത് നീ ഒന്നും ആയിത്തീരുകയല്ല. അവിടെ ആയിത്തീരാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് നിന്നെ അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. അതാണ് ശരിയായ ആത്മീയത. നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ, ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ഞാൻ ആയിത്തീരാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഞാനും ഉണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. രണ്ട് കാര്യമുണ്ട്. അവിടെ ദ്വൈതമാണ്. ഞാൻ സ്വാഭാവികമായി
അത് എന്നിൽ ധ്യാനം നടക്കുമ്പോഴാണ് ആത്മീയത ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നിനും വേണ്ടി ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒന്നും നഷ്ടപ്പെടുത്തലല്ല. നഷ്ടബോധം ഉണ്ടായാൽ അത് ആത്മീയതയല്ല. നഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നഷ്ടബോധം ഉണ്ടാകുന്നു, അത് ആത്മീയതയല്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ശിവബോധമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, സത്യസന്ധമായ ശിവവിദ്യ പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്താൽ മാത്രം മതി ഈശ്വരൻ വിധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അച്ഛനെ നോക്കുക, അമ്മയെ നോക്കുക, തൊഴിൽ നന്നായിട്ട് ചെയ്യുക, സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറുക, 100% സത്യസന്ധമായി ഈശ്വരൻ തന്നിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക, അത് ആത്മീയതയാണ്. സത്യസന്ധത പാലിക്കുക, അത് ആത്മീയതയാണ്. ഉള്ളിൽ ലയിച്ചിരിക്കുക, അതിനായിട്ട് പ്രത്യേകിച്ചൊരു സമയമോ അതിനായിട്ട് പ്രത്യേകിച്ചൊരു ഒന്നുമില്ലാതെ നമുക്ക് എപ്പോഴും ഈശ്വരനിൽ ലയിക്കാൻ തോന്നുന്നു, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ, സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു അല്പനേരം കണ്ണടച്ചുള്ളിൽ ഈശ്വര എന്ന ഉള്ളിൽ സ്വാഭാവികമായിട്ടൊരു ലയം വരുമ്പോൾ അത് ശരിയായ ആത്മീയത. അതായിത്തീരേണ്ടതല്ല, അത് സ്വാഭാവികമായി ഉണ്ടായി വരുന്നതാണ്. അതാണ് ശരിയായിട്ടുള്ള ആത്മീയത. അപ്പം ഈ ശരിയായുള്ള ആത്മീയത തൊഴിലിൽ പ്രയോജനപ്പെടുത്താം, റിലേഷൻഷിപ്പിൽ പ്രയോജനപ്പെടുത്താം, ജീവിതത്തിൽ ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ പ്രയോജനപ്പെടുത്താം, നിങ്ങളുടെ മാനസികമായ നല്ലൊരു ഉന്നത തലത്തിലേക്ക് പോകാൻ പ്രയോജനപ്പെടുത്താം. നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതാണ് ശരിയായ ആത്മീയത. ഇത് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊരു യാത്ര പോകുന്നു, ഒരു തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അത്രയും സമയം വേസ്റ്റാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നു. ശരിയായ വഴിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ ശരിയായ ലക്ഷ്യത്തിലെത്തും. അപ്പോൾ എപ്പോഴും ശരിയായ വഴിയിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളുമാണ് പറയുന്നത്. ശിവവിദ്യ, ആ ശിവൻ്റെ ആ കാര്യങ്ങൾ, ശിവബോധം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, സത്യബോധമാണ്. നമ്മുടെ ഉള്ളിലുള്ള സത്യബോധമാണ്. ശരിക്കും ശിവനെ അനുഭവിച്ചാൽ ഉണ്ടല്ലോ, അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതല്ല. അനുഭവിക്കുന്ന കാര്യം പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതിന് അനുഭവം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വി കനോട്ട് എക്സ്പ്ലെയിൻ എനി വേർഡ്സ്, വി കനോട്ട് എക്സ്പ്രസ് ത്രൂ എനി വേർഡ്സ്. സാധിക്കത്തില്ല. ഒരു വാക്കുകളാലും ആ അനുഭവത്തെ, ഈശ്വരാനുഭവത്തെ നമുക്ക് അതേ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ശിവാനുഭവം ആയിരിക്കത്തില്ല നിങ്ങൾക്കുണ്ടാകുന്നത്, വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബുദ്ധി, അല്ലെ നിങ്ങളുടെ ചിന്ത, അല്ലെ നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഓരോരുത്തരും വ്യത്യസ്തരാണ്. പലർക്കും പല രീതിയിൽ അനുഭവം ഉണ്ടാകുന്നത്. അതിനൊരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വാക്കുകൾ കൊണ്ടും അതിനെ വിവരിക്കാൻ പറ്റില്ല. അത് അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. അതാണ് യഥാർത്ഥ ഈശ്വരാനുഭവം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൾട്ടിമേറ്റായിട്ടുള്ള നോളജാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടെ അലഞ്ഞു നടക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വയം ഉള്ളിൽ ഈശ്വരനെ അറിയാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം അന്ന് തൊട്ട് മാറി. അതായത് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്, നിങ്ങളെ ആർക്കും ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പഠിപ്പിക്കലുമല്ല, സ്വയം അനുഭവിക്കലാണ്. നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ക്ഷേത്രത്തിലെ പല കാര്യങ്ങളും പറയുമ്പോഴും, ക്ഷേത്ര ആചാരങ്ങളൊക്കെ പറയുമ്പോഴും, അല്ലെ യോഗവിദ്യ പറയുമ്പോഴും പലപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമുണ്ട്. ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി എന്തുകൊണ്ടാണ് പറഞ്ഞു തരാത്തതെന്ന് അറിയാമോ? അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും കൺഫ്യൂഷനും സംശയങ്ങളും കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് ബാക്കി പറഞ്ഞു തരാത്തതെന്നറിയോ? അവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അല്ല. സ്വയം കണ്ടെത്തണം. അതിനു വേണ്ടിയാണ്. സ്വയം കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ പഠനം. സ്വയം കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ അനുഭവം. സ്വയം കണ്ടെത്തുന്നവന് വീണ്ടും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ പഠിപ്പിക്കൽ ആവശ്യമായിട്ട് വരുന്നില്ല. പഠിപ്പിച്ചാൽ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും സംശയം വരുന്നത്. നമ്മളൊരു കാര്യം പഠിപ്പിച്ചു കഴിയുമ്പം ആ പഠിക്കുന്ന ആൾക്ക് വീണ്ടും പഠിക്കാൻ തോന്നും, അതുപോലെ സംശയം വരും. ഇവിടെ പഠിപ്പിക്കലില്ല, സ്വയം കണ്ടെത്തുക. അപ്പോൾ സ്വയം അനുഭവം ഉണ്ടാകും. പിന്നെ അവന് സ്വയം മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതും ശരിയായ ആത്മീയത അറിയുന്നതും. അതുകൊണ്ടാണ് നമ്മുടെ സനാതനധർമ്മം പഠിപ്പിക്കുന്നത് സ്വയം കണ്ടെത്താനാണ്. വേറെ ഒരു ലോകത്തിലെ എത്ര ഒരു വ്യത്യസ്തമായ ഒരു മനോഹരമായ ഒരു കാര്യമാണെന്ന് ആലോചിക്കുക. സനാതനധർമ്മം പഠിപ്പിക്കുന്നത് സ്വയം കണ്ടെത്താനാണ് പഠിപ്പിക്കുന്നത്. സ്വയം കണ്ടെത്തുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു കാര്യം കണ്ടെത്തുമ്പോൾ അതിൽ എനിക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു കാര്യം വിശ്വസിക്കുന്നത്. വേറൊരാൾ കണ്ടെത്തുമ്പോൾ അയാളുടേതായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാൾ വിശ്വസിക്കുന്നത്.
ഇത് രണ്ടും ശരിയാണ്. അങ്ങനെയാണ് ശരിക്കും കണ്ടെത്തേണ്ടത്. പൊതുവായ ഒരു കാര്യത്തിലല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാകുന്നത്. ഒരു പൊതുവായ ഒരു കാര്യം കൊണ്ട് പലർക്കും ഉണ്ടാകുന്ന അനുഭവത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പലർക്കും പല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അത് പലരും സ്വയം കണ്ടെത്തേണ്ടതാണ്. അത് ഒരു പൊതുവായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അൾട്ടിമേറ്റായിട്ടുള്ള ഒരു നോളജാണ് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ അറിയണം. ഇതറിയുമ്പോഴാണ് നിങ്ങൾ സനാതനധർമ്മത്തെ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശ്വരീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തുന്നതാണ്, നിങ്ങൾ സ്വയം അറിയുന്നതാണ് നിങ്ങളുടെ ഈശ്വരീയത. മറ്റൊരാൾ പഠിപ്പിക്കുന്നത് അല്ല, അതിനപ്പുറമുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. യഥാർത്ഥ അൾട്ടിമേറ്റായിട്ടുള്ള ഈശ്വരീയത എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തുന്നതാണ്, നിങ്ങളുടെ അനുഭവമാണ്. അത് വേറൊരാൾക്കുണ്ടാകുന്ന അനുഭവമായിട്ട് അതിനെ താദാത്മ്യം ചെയ്യരുത്. പറഞ്ഞ മനസ്സിലാകുന്നുള്ളൂ. നമ്മൾ പല വീഡിയോകളും അവിടെ എവിടെ കാണും, ഓരോരുത്തർക്ക് ആത്മീയ അനുഭവം ഉണ്ടായി, അതുമായി താദാത്മ്യം ചെയ്തത് അതല്ല. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഈശ്വരാനുഭവമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരീയത. മറ്റുള്ളവരുമായി താദാത്മ്യം ചെയ്യരുത്. കാരണം വ്യത്യസ്തമായ ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനെ കണ്ടെത്തുക. അത്രയും മാത്രം മതി. സ്വയം ധ്യാനിച്ചിരിക്കുക, സ്വയം ലയിക്കുക. അത് നിങ്ങൾക്ക് എപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നോ നിങ്ങൾക്കപ്പം ഒക്കെ ഈശ്വരനിൽ നിന്ന് കണ്ണടച്ച് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടതാണ്, അത് ആയിത്തീരേണ്ടതല്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിയുമ്പം, ഭഗവാനെ പരമേശ്വര, എനിക്ക് അങ്ങയെ വിളിക്കാനും അങ്ങയുടെ അനുഭവം ഉണ്ടാകാനും എന്നിൽ കരുണ ഉണ്ടാകണേ, ഭഗവാനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എന്ന് പരമേശ്വര എന്ന് പ്രാർത്ഥിച്ച അനുഭവം ഉണ്ടായി വരും കേട്ടോ. അതിനുള്ള സാഹചര്യവും അതിനുള്ള മനസ്സും ഒക്കെ ഉണ്ടായി വരും. അതിനുവേണ്ടി ഒന്നും നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് സന്തോഷിച്ചുകൊണ്ട് തന്നെ ശിവനെ അനുഭവിക്കാം. നിങ്ങൾ കുടുംബജീവിതം അനുഭവിച്ചുകൊണ്ട് തന്നെ ശിവനെ അനുഭവിക്കാം. ശിവൻ ഏറ്റവും വലിയ ഗ്രഹസ്ഥനുമാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അതിനുവേണ്ടി ഒന്നും വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ തൊഴിൽ സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മീയതയിൽ മുന്നോട്ട് പോകാം. ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതിനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തേണ്ട കാര്യമില്ല. ഈ കണ്ടെത്തി ചെയ്യുന്നതെല്ലാം അതൊക്കെ ഒരു യാന്ത്രികതയാണ്, സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് യഥാർത്ഥത്തിലുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരിയായ ആത്മീയത ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ പഠിപ്പിക്കുന്നത് ഒന്നിൽ എല്ലാം കാണണം, എല്ലാത്തിലും ഒന്നുണ്ടെന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ്.